എയ്റ്റീസ് 90s കിഡ്സിന്റെ ഓർമ്മയിലുള്ള ഒരു യുദ്ധകാലമായിരിക്കും ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശം. പിന്നീട് അമേരിക്കയുടെ സൈനിക സഹായത്തോടെ ഇറാഖിനെതിരെ കുവൈറ്റ് യുദ്ധം ചെയ്തു. ഇറാഖ് കുവൈറ്റ് യുദ്ധം എന്നും അല്ലെങ്കിൽ പേർഷ്യൻ വാർ എന്നും ഈ യുദ്ധം അറിയപ്പെടുന്നു. എന്റെ ഓർമ്മയിൽ ഈ യുദ്ധത്തിലാണ് മിസൈൽ ഉപയോഗിച്ചുള്ള ആകാശ യുദ്ധമൊക്കെ ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഇറാഖിന്റെ സ്കഡ് മിസൈലിനെതിരെ അമേരിക്ക പ്രയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈൽ എല്ലാം വാർത്തകൾ അന്ന് പത്രങ്ങളിൽ വന്നത് ഓർക്കുന്നു. ആ യുദ്ധകാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഭീതിയായിരുന്നു ഇറാഖിന്റെ ഭരണാധികാരി സദാം ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന രാസായുധത്തെ കുറിച്ച്. പേർഷ്യൻ യുദ്ധം അവസാനിച്ച് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2003 സദാം ഹുസൈൻ അമേരിക്കയുടെ പിടിയിലാകും. എന്നാൽ അതിനുശേഷം അമേരിക്ക ഇറാഖിലെമ്പാടും നടത്തിയ തെരച്ചിലിൽ പോലും സദാം ഹുസൈന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന രാസായുധം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കണ്ടെത്തി, പക്ഷേ കണ്ടെത്തിയ രാസായുധം പോലെയുള്ള വസ്തുവിന് അത്ര മാരകശേഷി ഉണ്ടായിരുന്നില്ല എന്നും ഉപയോഗിക്കാൻ തക്ക പ്രാപ്തിയുള്ളതായിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയാൻ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും കയ്യിലുള്ള ആയുധങ്ങളെ കുറിച്ചെല്ലാം വമ്പൻ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ ശത്രുവിന്റെ മനസ്സിൽ ഭീതി നിറയ്ക്കാനുള്ള ഒരു യുദ്ധതന്ത്രമായിരിക്കാം. മിക്കവാറും എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ ഇത്തരം വാർത്തകൾ കാണാറുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഇത്തരം ഒരു വാർത്തയുണ്ടായിരുന്നു. ഹിറ്റ്ലറുടെ കയ്യിലുണ്ടെന്ന് പറയപ്പെട്ടിരുന്ന നാസി എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും വികസിപ്പിച്ച അതിമാരക പ്രകശേഷിയുള്ള ഒരു ആയുധം, അഥവാ അതിനൂതനമായ എന്തോ ഒരു സാങ്കേതിക ശാസ്ത്രവിദ്യ. ഇതിന്റെ മിത്തും സത്യവും ആണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെടുക്കുന്ന സമയം. സഖ്യശക്തികളുടെ കരുത്തിൽ തേർഡ് റൈക്കിന്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. 1933 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ ജർമ്മനിയുടെ നാസി പ്രദേശത്തെ ഔദ്യോഗികം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു തേർഡ് റൈക്ക്. റോമൻ സാമ്രാജ്യത്തെ ഫസ്റ്റ് റൈക്ക് എന്നും ജർമ്മൻ സാമ്രാജ്യത്തെ സെക്കൻഡ് റൈക്ക് എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് അഭിജാത പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു തേർഡ് റൈക്ക് എന്ന് നാസി പ്രദേശത്തിന് അവർ പേര് കൊടുത്തു. യുദ്ധത്തിൽ തേർഡ് റൈക്കിന്റെ തകർച്ച ഉറപ്പായതോടുകൂടി യുദ്ധമുന്നണിയിൽ പട്ടാളക്കാർക്കിടയിൽ ആകെ ഒരു കിംവദന്തി പരക്കാൻ തുടങ്ങി. ഡിഗ് ലോക്ക് അഥവാ നാസി ബെൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു നിഗൂഢ വസ്തുവിനെ പറ്റിയായിരുന്നു ആ കഥ, ആ കിംവദന്തി. അതിമാരക ശേഷിയുള്ള ഒരു ആയുധമാണ് ഇതെന്നും അതല്ല ഒരു ടൈം ട്രാവൽ മെഷീൻ ആണെന്നും വരെ കഥകൾ പരക്കാൻ തുടങ്ങി. എന്നാൽ 2000 ആണ്ടോടുകൂടി ഡിഗ് ലോക്കിനെ പറ്റിയുള്ള കൂടുതൽ ചർച്ചകൾ സജീവമാകാൻ തുടങ്ങി. അതിന് കാരണമായതാവട്ടെ പോളണ്ട് സ്വദേശിയായ എഴുത്തുകാരൻ ഇഗോർ വിറ്റ്കോസ്കി എഴുതിയ ദ ടെയിൽ ഓഫ് ഡിഗ് ലോക്ക് എന്ന പുസ്തകം. രണ്ടാം ലോക യുദ്ധകാലത്ത് നാസി പട്ടാളത്തിന്റെ തകർച്ചയോടുകൂടി നിരവധി നാസി പട്ടാളക്കാരെ സഖ്യശക്തികൾ പിടികൂടുകയുണ്ടായി. ഹിറ്റ്ലറിന്റെ ഷൂട്ട് സ്റ്റാഫൽ എന്ന പട്ടാള വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ, SS എന്ന ചുരുക്കപ്പേരിലാണ് ഈ പട്ടാള വിഭാഗം അറിയപ്പെട്ടത്. ഇതിലെ ഒരു ഓഫീസറായ യാക്കോബ് സ്കോറൻബർഗിനെ ചോദ്യം ചെയ്തതായി പറയപ്പെടുന്ന ചില രഹസ്യരേഖകൾ തനിക്ക് കിട്ടിയെന്ന് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ഇഗോർ വിറ്റ്കോസ്കി അവകാശപ്പെട്ടു. ഈ രേഖകളെ അടിസ്ഥാനപ്പെടുത്തി ആ പുസ്തകത്തിൽ ടെയിൽ ഓഫ് ഡിഗ് ലോക്ക് എന്ന പുസ്തകത്തിൽ ചില പരാമർശങ്ങളുണ്ട്. അതിങ്ങനെയാണ്: നാസി പട്ടാളം അതീവ രഹസ്യമായ അതിശക്തമായ എന്തോ ഒരു ഉപകരണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. മധ്യ യൂറോപ്പിലെ സെലീഷ്യയിൽ ഔൾ പർവ്വതങ്ങളുടെ ഉള്ളറകളിലുള്ള രഹസ്യ അറകളിൽ എവിടെയോ ആണ് ഈ ഉപകരണം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. മലയുടെ ഉള്ളിലെ ഈ രഹസ്യ ഉള്ളറകൾക്ക് നാസി പട്ടാളം വിളിച്ചിരുന്ന പേര് ഡെറിസ് എന്നായിരുന്നു അത്ര. ദ ജയന്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. സഖ്യശക്തികളുടെയും ലോകത്തിന്റെയും ഒന്നാകെ തന്നെ കണ്ണുവെട്ടിച്ച് മലയുടെ ഉള്ളറകളിൽ അതുവരെയുള്ള ആധുനിക ശാസ്ത്ര തത്വങ്ങളെ മുഴുവൻ തലകീഴായി അട്ടിമറിക്കുന്ന എന്തോ ഒരു കണ്ടുപിടുത്തം നടക്കുന്നു എന്ന് SS ഓഫീസർ പറഞ്ഞതായി ആ പുസ്തകം വിവരിക്കുന്നു. ഡിഗ് ലോക്ക് അഥവാ നാസി ബെൽ എന്ന ഈ ഉപകരണത്തിന്റെ വലുപ്പത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഒരു വലിയ മണിയുടെ അഥവാ ബെല്ലിന്റെ ആകൃതിയുള്ള ലോഹ നിർമ്മിതിയാണ് ഇതെന്ന് പറയപ്പെടുന്നു. ഏകദേശം 4 മീറ്റർ ഉയരവും 2.5 മീറ്ററോളം വ്യാസവുമുള്ള അഥവാ ഡയമീറ്ററുമുള്ള ഒരു കൂറ്റൻ നിർമ്മിതിയായാണ് നാസി ബെൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഉള്ളിലായി പരസ്പരം വിപരീത ദിശയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 2 ഡ്രമ്മുകൾ ഉണ്ടത്രേ. ഈ ഡ്രമ്മുകൾക്കുള്ളിലായി റേഡിയോ ആക്ടിവിറ്റിയുള്ള അഥവാ അണുപ്രസരണ ശേഷിയുള്ള ഒരു വസ്തുവുമുള്ളതായി പറയപ്പെടുന്നു. സിറം 525 എന്നാണ് അതിന്റെ പേര്. ഡ്രമ്മുകളുടെ ഉള്ളിൽ ലെഡ് ആവരണമുള്ള ഈയത്തിന്റെ ആവരണമുള്ള
കണ്ടെയ്നറിലായിട്ടാണ് സീറം 525 സൂക്ഷിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതിമാരക ശേഷിയുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ ഈ ഉപകരണം പുറപ്പെടുവിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. മാത്രമല്ല, ഇതിന്റെ നിർമ്മാണ പരീക്ഷണ ഘട്ടങ്ങളിൽ ഏകദേശം 5ഓളം ശാസ്ത്രജ്ഞർക്ക് അണുപ്രസരണത്താൽ ജീവൻ നഷ്ടമായിട്ടുണ്ടത്രേ. ഡിഗ്ലോക്ക് അഥവാ നാസി ബെൽ കൊണ്ടുള്ള ഉപയോഗം എന്തായിരുന്നു? ഗുരുത്വബലത്തിന് എതിരായ നാസികളുടെ ഒരു സാങ്കേതികതയായിരുന്നു ഇത്, അഥവാ ആന്റി ഗ്രാവിറ്റി ടെക്നോളജി ആയിരുന്നു ഇത് എന്ന് ഒരു കൂട്ടം ആൾക്കാർ വാദിക്കുന്നു. യന്ത്രങ്ങളെയോ വാഹനങ്ങളെയോ വസ്തുക്കളെയോ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് ചലിപ്പിക്കാനുള്ള പുതിയ തരം ഗതികോർജത്തിന്റെ ഒരു പ്രൊപ്പൽഷൻ എനർജിയുടെ പരീക്ഷണമായിരുന്നു ഇത് എന്ന് അവർ പറയുന്നു. മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് ഇത് ടൈം ട്രാവലിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിരുന്നു എന്നാണ്. ഈ ഉപകരണത്തിൽ രേഖപ്പെടുത്തി കണ്ട ചില രഹസ്യ ലിങ്കുകൾ ആയിരുന്നു അതിന് കാരണം. ഈ രേഖപ്പെടുത്തലുകൾ നാസികൾക്ക് വ്രിൽ സൊസൈറ്റിയുമായും ഒക്കൾട്ടിസവുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു പറയപ്പെട്ടിരുന്ന ഒരു സാങ്കല്പിക രഹസ്യ സൊസൈറ്റിയാണ് വ്രിൽ സൊസൈറ്റി. ചില ഗൂഢാലോചനാ സിദ്ധാന്തക്കാരും കപട ചരിത്രകാരന്മാരും വ്രിൽ സൊസൈറ്റിയിൽ നിന്നാണ് നാസിസം ഉടലെടുത്തതെന്ന് അവകാശപ്പെടുന്നതായി കാണുന്നുണ്ട്. നാസി ബെല്ലിനെ പറ്റിയുള്ള നിഗൂഢതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നത് പോലെ ഇതിനിടയിൽ കൗതുകകരമായ ഒരു സംഭവം കൂടി ഉണ്ടായി. 1965 അമേരിക്കയിൽ പെൻസിൽവാനിയയിലെ കെക്സ്ബർഗിൽ ബെൽ ആകൃതിയിലുള്ള എന്തോ ഒരു വസ്തു തകർന്നു വീണു. ഇതോടുകൂടി ഡിഗ്ലോക്കിന്റെ അഥവാ നാസി ബെല്ലിന്റെ ടൈം ട്രാവലിന്റെ കപ്പാസിറ്റിയെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വീണ്ടും ശക്തമായി. 2ാം ലോക യുദ്ധം അതിജീവിച്ച് സമയത്തിന്റെ അങ്ങേക്കോണിൽ നിന്ന് പറന്നു വന്നതാണ് കെക്സ്ബർഗിൽ തകർന്നു വീണത് എന്ന് കഥകൾ നാടൊട്ടുക്ക് പറയുന്നു. ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക്കിൽ വെൻസസ്ലാസ് ഖനികൾക്ക് സമീപം വിചിത്രമായ ഒരു നിർമ്മിതി കാണാം. നിരവധി കോൺക്രീറ്റ് തൂണുകളാൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന റിംഗ് പോലെ ഒരു നിർമ്മിതി. ദ ഹെഞ്ച് എന്ന അപരനാമമുള്ള ഈ സ്ഥലത്ത് വെച്ചായിരുന്നു ഡിഗ്ലോക്കിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നതെന്നാണ് കഥകൾ. ആധുനിക കാലത്ത് മാഗ്നറ്റിക് പ്രൊപ്പൽഷൻ ടെസ്റ്റിംഗ് റിങ്ങിനോട് സമാനമാണ് ഈ നിർമ്മിതി എന്നതാണ് ഈ ചിന്തകൾക്ക് കാരണം. പക്ഷേ ചരിത്രകാരന്മാർ ഇതിൽ സംശയാലുക്കളാണ്. അവരുടെ അഭിപ്രായ പ്രകാരം ഈ നിർമ്മിതി അക്കാലത്തെ ഏതോ ഇൻഡസ്ട്രിയുടെ കൂളിംഗ് ടവർ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു. അതല്ലാതെ ഈ മേഖലയിൽ ആയുധ പരീക്ഷണം നടന്നതായി ഒരു സോളിഡ് എവിഡൻസ് മറ്റൊന്നുമില്ലാതാണ്. പക്ഷേ യുദ്ധകാലത്തെ നിരവധി രേഖകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, ദൃക്സാക്ഷികളെ നിശബ്ദരാക്കിയിട്ടുണ്ടാകാം, അങ്ങനെ പക്ഷേ സത്യം മറിഞ്ഞെടുക്കുന്നതുമാവാം. പക്ഷേ ഡിഗ്ലോക്ക് എന്ന ഈ ഉപകരണം ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നു. 2ാം ലോകയുദ്ധം അവസാനിച്ചതോടുകൂടി നാസി പട്ടാളത്തിലെ പല പ്രമുഖരും അപ്രത്യക്ഷരായി. അതിൽ പ്രമുഖനായ ഒരാളാണ് നാസി പട്ടാളത്തിലെ ഷൂട്ട് സ്റ്റാഫൽ ഓഫീസറായ ഹാൻസ് കെംലർ. ഇദ്ദേഹത്തോടൊപ്പം നാസികളുടെ രഹസ്യമായ നിരവധി ഡോക്യുമെന്റുകൾ, ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും പ്രോട്ടോടൈപ്പുകൾ എന്നിവയെല്ലാം അപ്രത്യക്ഷമായി. ഒരുപക്ഷെ ഇദ്ദേഹമായിരിക്കാം ഡിഗ്ലോക്ക് അപ്രത്യക്ഷമാകാനും ഒരുപക്ഷെ നശിപ്പിക്കപ്പെടാനും കാരണം ഹിറ്റ്ലറിന്റെ അത്യന്താധുനികമായ ആയുധ പ്രോഗ്രാമുകളെ കുറിച്ച് ഏറ്റവും ധാരണയുള്ള ആളായിരുന്നു ഹാൻസ് കെംലർ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പരാജയം ഉറപ്പായപ്പോൾ അതുവരെയുള്ള ആയുധങ്ങളും രഹസ്യരേഖകളുമെല്ലാം സഖ്യശക്തികൾ കിട്ടാതെ നശിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നതാണ്. 2ാം ലോകയുദ്ധം അവസാനിച്ചപ്പോൾ നിരവധിയായ നാസി ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് എന്ന നീക്കത്തിലൂടെ US എത്തിച്ചത് ഡിഗ്ലോക്കിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വീണ്ടും ബലമേകി. പിന്നീട് അമേരിക്കയിൽ നടന്ന നിരവധി ആധുനിക എയർക്രാഫ്റ്റുകളുടെ പ്രോജക്റ്റിലും ഒരുപക്ഷെ അമേരിക്കയിൽ നിരവധിയായി കാണപ്പെട്ടു എന്ന് പറയുന്ന പറക്കം തളികകളുടെ പിന്നിലും ഈ സംഭവങ്ങളായിരിക്കാം എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. എന്നാൽ നിരവധിയായ അന്വേഷണങ്ങൾക്കൊടുവിൽ ദശാബ്ദങ്ങൾക്കിപ്പുറവും ഡിഗ്ലോക്ക് അഥവാ നാസി ബെൽ ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുന്നു. ഉറപ്പിക്കാവുന്ന ഒരു തെളിവുകളും ഇതുവരെ ഡിഗ്ലോക്കിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. മിക്ക ചരിത്രകാരന്മാരും ഇത് കപട ശാസ്ത്ര സിദ്ധാന്തമാണെന്നോ അല്ലെങ്കിൽ യുദ്ധകാലത്തുണ്ടാകുന്ന ചില കഥകൾ ആണെന്നോ കണക്കാക്കുന്നു. എന്നാൽ നാസി ടെക്നോളജിയുടെ നിഗൂഢത വെച്ച് ആലോചിക്കുമ്പോൾ ഇതിനെ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല എന്ന് വാദിക്കുന്നവരും ചിലറയല്ല. എന്നാൽ ഡിഗ്ലോക്ക് അഥവാ നാസി ബെൽ ദശാബ്ദങ്ങൾക്കിപ്പുറവും 2ാം ലോക മഹായുദ്ധകാലത്തെ ഭീതി നിറഞ്ഞ ഓർമ്മകളുള്ള ഒരു പ്രഹേളികയായി തുടരുകയാണ്. അതീവ രഹസ്യമായ ഒരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ ഒരു മിത്തായിട്ടോ ഇന്നും ഡിഗ്ലോക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കേട്ടിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഡിഗ്ലോക്ക് സത്യമാണോ അതോ മിഥ്യയോ? അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെവിടെയാണ്? മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.